نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله أن يخفف عنكم وخلق الإنسان ضعيفا صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് ജീവിത ഇടപാടുകൾ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും റൂഹ് വേർപിരിയുന്നത് വരെയും തഖ്വയുടെ പാതയിൽ തന്നെ നിലനിന്നു പോകാൻ ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി ജീവിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതിൽ ജനിക്കാനും വളരാനും ജീവിക്കാനും അവസരം ലഭിച്ച വിശ്വാസികളെന്ന നിലക്ക് ദീനിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ചില സംഗതികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2-3 കുത്തുബകളിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ച അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചത് ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ശരിയായി തീരണമെങ്കിൽ ദീൻ ഓരോന്നിനും നിർണയിച്ചിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള മുൻഗണനകളും പരിഗണനകളും പ്രാധാന്യക്രമങ്ങളും വേണ്ട വിധം നമ്മൾ മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ചായിരുന്നു. ദീനിൽ ഉസൂലുകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്, ഫുറൂഉകളുണ്ട്, അഥവാ ശാഖകളുണ്ട്. ഫുറൂഉകളെയും ഉസൂലുകളെയും അല്ലെങ്കിൽ അടിസ്ഥാനങ്ങളെയും ശാഖകളെയും ഒക്കെ ശരിയായി മനസ്സിലാക്കുകയും അതിനോടൊക്കെ അതിൻ്റെതായിട്ടുള്ള സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കുകയും കഴിയുമ്പോൾ മാത്രമാണ് ഈ ദീനിന്റെ സന്തുലിതത്വം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. അത് കഴിയാതെ വന്നാൽ ഓരോന്നും വെക്കേണ്ട അളവിൽ വെക്കേണ്ടിടത്ത് വെക്കുക എന്ന സന്തുലിതത്വം നഷ്ടപ്പെട്ടു പോയാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ അപകടമാണ് ഈ ഉസൂലുകളും ഫുറൂഉകളും കൂടിക്കുഴയുക എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദീനിന്റെ സന്തുലിതത്വം, ഈ ബാലൻസിങ് നഷ്ടപ്പെട്ടു പോയാൽ, ഓരോന്നിനും ദീൻ നൽകിയിട്ടുള്ള പ്രാധാന്യവും മുൻഗണനയും ഒക്കെ മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടത്തെ സംബന്ധിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അള്ളാഹുവിന്റെ ദീൻ യുസ്റാണ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ദീനാണ്. ഈ എളുപ്പമുള്ള ദീന് ഉസ്റായി തീരും എന്നതാണ്. ഉസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്.
ഈ രണ്ട് അറബി പദങ്ങളും വളരെ സാദൃശ്യമുള്ളതാണ്. ഒന്ന് യുസറാണ്, ഒന്ന് ഉസറാണ്. ഒന്നിന് യ ആണെങ്കിൽ രണ്ടാമത്തേത് ഐനാണ്. പക്ഷെ ഒരക്ഷരം മാത്രമേ വ്യത്യാസമുള്ളൂ എങ്കിലും ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം നേരെ വിപരീതമാണ്. യുസർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ഉസർ എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അള്ളാഹുവിന്റെ ദീൻ യുസറാണ്, അഥവാ എളുപ്പമുള്ള ദീനാണ്. ഈസിയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടിയാറുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമുള്ള ദീനാണ് പടച്ചവന്റെ ദീനായ ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. ആ ലളിതമായ ദീനിനെ, ആ സരളമായ ദീനിനെ സങ്കീർണമാവുക, കൊണ്ടു നടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുക എന്ന അപകടം, ആ അപകടമാണ് ഈ ദീനിന്റെ സന്തുലിത സ്വഭാവത്തെ തിരിച്ചറിയാതിരുന്നാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരിയുടെ ഹദീസ് സമാഹാരമായ സഹീഹ് ബുഖാരിയിൽ കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിന്റെ ഒരു തലക്കെട്ട് തന്നെ അദ്ദീനു യുസുർ എന്നതാണ്. അദ്ദീനു യുസുർ, ദീൻ എളുപ്പമാണ് എന്നാണ് അദ്ദേഹം ആ അധ്യായത്തിന്റെ ഒരു തലക്കെട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇസ്ലാം അള്ളാഹുവിങ്കിൽ നിന്നും മനുഷ്യന് ലഭിച്ചിട്ടുള്ള ദീനാണ്. പടച്ചവനാണ് ദീനിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദീനിന്റെ അതോറിറ്റിയായ അള്ളാഹുവിന്റെ ഇറാദ, പടച്ചവന്റെ താല്പര്യം എന്താണ്, ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ താല്പര്യം എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ദീനിൽ ശാരിഅ് അഥവാ നിയമനിർമ്മാതാവ് പടച്ച റബ്ബ് തന്നെയാണ്. അള്ളാഹു തന്നെയാണ് ഈ ദീനിൽ നിയമങ്ങൾ നൽകാനുള്ള അതോറിറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമങ്ങളിൽ എന്താണ് അള്ളാഹുവിന്റെ ഇറാദ, പടച്ചവന്റെ ആഗ്രഹം, അള്ളാഹുവിന്റെ താല്പര്യം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ താല്പര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഇറാദ എന്ന് പറയുന്നത് തഖ്ഫീഫും തഹ്സീറുമാണ്. തഖ്ഫീഫും തയ്സീറും എന്ന് പറഞ്ഞാൽ ഭാരം കുറക്കലും എളുപ്പമാക്കലുമാണ്. എളുപ്പമുള്ള ഒരു ദീനിനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതിയ ആയത്ത് സൂറത്തു നിസായിലെ 28-ാം ആയത്തിനുള്ളതാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ. അല്ലാഹു നിങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കാനാണ് അല്ലാഹ് ആഗ്രഹിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാരം കുറക്കാനാണ്, ലഘൂകരിക്കാനാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ വലിയ ഭാരമുള്ളതായി, ഒരുപാട് സങ്കീർണതകൾ ഉള്ള ദീനായി ആളുകൾക്ക് അനുഭവപ്പെടാൻ പാടില്ല. ഇത് വളരെ എളുപ്പമുള്ള ദീനാണ്, സരളതയുള്ള, ഏത് സാധാരണക്കാരനും കൊണ്ടു നടക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ദീനാണ്. കാരണം ഈ ദീനിന്റെ ശാരിഅ് അഥവാ ഈ ദീനിന്റെ നിയമനിർമ്മാതാവ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ എല്ലാ ശക്തി ദൗർബല്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. മനുഷ്യന്റെ എല്ലാ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന അല്ലാഹു, അവനാണ് ഖാലിഖ്. അതുകൊണ്ട് ദുർബലനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലമായ അവസ്ഥയിലാണ്. അങ്ങനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തഖ്ഫീഫ് ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ഇറാദ, അള്ളാഹുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തഖ്ഫീഫാണ്, ഭാരം കുറക്കലാണ്. ചുമക്കാൻ കഴിയാത്ത, വഹിക്കാൻ പറ്റാത്ത ഭാരം മനുഷ്യന്റെ മേൽ വെച്ചു കെട്ടുക എന്നത് പടച്ചവന്റെ നിയ്യത്തല്ല, പടച്ചവന്റെ ഇറാദയല്ല, അള്ളാഹുവിന്റെ താല്പര്യമല്ല. നമുക്കറിയാമല്ലോ, നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ആരംഭിക്കുന്നത് തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ആരുടെയും കഴിവിൽ കവിഞ്ഞത് അള്ളാഹു വഹിപ്പിക്കുകയില്ല. സൂറത്തുൽ ബഖറയുടെ അവസാനം 286-ാമത്തെ ആയത്താണ്. അതേ സൂറത്തുൽ ബഖറയിൽ നമ്മൾ ഏതാനും പേജുകൾ പുറകോട്ട് മറിച്ചാൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അങ്ങനെ നോമ്പിന്റെ നിയമങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നതിനിടയിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്, പടച്ചവൻ ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസമല്ല ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പടച്ചവർക്ക് തീരുമാനിക്കാലോ, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ഈ നോമ്പ് റമദാനിൽ നിങ്ങൾ അനുഷ്ഠിച്ചേ മതിയാകൂ. നിങ്ങൾ രോഗിയാണോ എന്നൊന്നും എനിക്ക് അറിയേണ്ടതില്ല, അതിൽ നിങ്ങൾ യാത്രക്കാരനാണോ എന്ന് നോക്കേണ്ടതില്ല. ആരാ നിങ്ങളോട് റമദാനിൽ യാത്ര ചെയ്യാൻ പറയുന്നത്?
എന്നൊന്നുമല്ലല്ലോ പടച്ചവന്റെ നിലപാട്. യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കേണ്ടതില്ല. യാത്രയുടെ പ്രയാസവും നോമ്പിന്റെ ബുദ്ധിമുട്ടും കൂടി രണ്ടും ഒരുമിച്ച് അനുഭവിക്കേണ്ടതില്ല. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പിൽ ഇളവുണ്ട്, നിങ്ങൾ മറ്റൊരു ദിവസം നോമ്പ് അനുഷ്ഠിച്ച് വീട്ടിയാൽ മതി. ഇനി നിങ്ങൾക്ക് മാറാ രോഗത്തിനാണ് നിങ്ങൾ അടിപ്പെട്ടതെങ്കിൽ നിങ്ങൾ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമില്ല, നിങ്ങൾ പകരം പ്രായശ്ചിത്തം നൽകിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഈ ദീൻ ആരിൽ നിന്നാണോ വന്നിട്ടുള്ളത്, ഈ ദീൻ എവിടെ നിന്നാണോ വന്നിട്ടുള്ളത്, ആ ശാരിയായ അള്ളാഹുവിന്റെ ഉദ്ദേശം തഹ്ഫീഫും തൈസീറുമാണ്, അഥവാ മനുഷ്യന് ഭാരം കുറക്കലും എളുപ്പമാക്കലുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പടച്ചവന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കാൻ ഒരുവിധ പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. ഇതേ പരിശുദ്ധ ഖുർആനിൽ തന്നെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 78-ാമത്തെ ആയത്തിൽ വിജയികളാകുന്ന വിശ്വാസികളുടെ വഴി വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ ഒരു വഴിമുട്ടലും നിങ്ങൾക്ക് അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. ഒരുവിധ കെട്ടിക്കൊടുക്കും അല്ലാഹു നിങ്ങൾക്ക് ഈ ദീനിൽ വെച്ചിട്ടില്ല. ഒരുവിധ ആശയക്കുഴപ്പത്തിനും അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഉണ്ടാക്കിയിട്ടില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അപ്പോൾ അള്ളാഹുവിന്റെ ആഗ്രഹവും പടച്ചവന്റെ ഉദ്ദേശവും തൈസീറും തഖ്ഫീഫുമാണ്. നിങ്ങൾക്ക് ഭാരം കുറക്കലും നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. ഇനി പ്രിയമുള്ളവരെ, ഈ ഖുർആനിന്റെ ആദ്യ തഫ്സീർ, ഈ ഖുർആൻ ആദ്യമായി മനുഷ്യരാശിക്ക് സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട് നമ്മൾ എടുത്തു നോക്കുക. ആ പ്രവാചകന്റെ കാഴ്ചപ്പാട് മാത്രമല്ല, അവിടുത്തെ ജീവിതവും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതല്ലാത്ത മറ്റൊരു ചരിത്രം നമുക്ക് കിട്ടുന്നില്ല. റസൂലുള്ളാഹിന്റെ നിയോഗ ദൗത്യം പരിചയപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ അഹ്റാഫിലെ 157-ാമത്തെ ആയത്തിൽ പ്രവാചകന്റെ ജീവിത അടയാളങ്ങളെ കുറിച്ച് പറയുമ്പോ അള്ളാഹു എടുത്തു പറയുന്നുണ്ടല്ലോ, വിശ്വാസികൾ കണ്ണും കൽബും തുറന്നു വെച്ച് പഠിക്കേണ്ട പ്രയോഗമാണത്. കണ്ണും കൽബും തുറന്നു വെച്ച് പഠിക്കേണ്ട പ്രയോഗമാണത്. റസൂലുള്ളാഹിന്റെ നിയോഗ ദൗത്യം വിശദീകരിക്കുകയാണ് ഖുർആൻ. അതിനിടയിൽ അല്ല പറയാണ്, ഒരു തഫ്സീറിന്റെയും സഹായമില്ലാതെ പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ മാത്രം എടുത്ത് വായിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പടച്ച റബ്ബ് പ്രവാചകന്റെ നിയോഗ ദൗത്യം റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഹ്റാഫിലെ 157-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായ വാക്കുകളിലൂടെ റസൂലിന് തന്റെ റിസാലത്തിന്റെ ഭാഗമായി നിർവഹിക്കാനുണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിക്കുന്നതിന് പറയുന്നത്, ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നവനാണ് പ്രവാചകൻ. ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന പ്രവാചകൻ. തഫ്സീറുകൾ പറയുന്ന മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ മതപൗരോഹിത്യം മതനിയമങ്ങളെ സങ്കീർണമാക്കിയിരുന്നു എന്നാണ്. ശാസ്ത്രിമാരും പരീക്ഷമാരും ഒക്കെ മതനിയമങ്ങളെ സങ്കീർണമാക്കി, മനുഷ്യന് കൊണ്ടു നടക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാക്കി മതനിയമങ്ങൾ. വിമോചകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെടുമ്പോൾ നിർവഹിക്കാനുണ്ടായിരുന്ന ഒരു ദൗത്യം ആ സങ്കീർണമാക്കിയ പൗരോഹിത്യം പടച്ചുണ്ടാക്കിയ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് പ്രയാസമില്ലാതെ കൊണ്ടു നടക്കാൻ കഴിയുന്ന വ്യക്തി വളരെ ലളിതമായി സരളമായി ദീനിനെ ജനങ്ങൾക്ക് നൽകുക എന്നതാണ് അള്ളാഹുവിന്റെ ഇംഗിതവും പ്രവാചകന്റെ നിയോഗവും. ദീനിന്റെ കാര്യത്തിൽ ഈ യുസ്ർ അഥവാ എളുപ്പമാണെന്നിരിക്കെ പ്രിയമുള്ളവരെ, എന്തിനാണ് പടച്ചവന്റെ ദീൻ സങ്കീർണമാക്കുന്നത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, വിശ്വാസികൾക്ക് വിശിഷ്ട മാതൃകയെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ എളുപ്പമുള്ള ദീനിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഓരോ മനുഷ്യന്റെയും ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രവാചകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും അവസ്ഥകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പ്രവാചകൻ. എല്ലാവരെയും ഒരേ സ്കെയിൽ വെച്ചുകൊണ്ട് കളന്നുകൊണ്ട് നിയമങ്ങൾ നൽകുന്ന പ്രവാചകനെ അല്ല നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പ്രകൃതത്തെ പഠിച്ച് പെരുമാറിയ പ്രവാചകനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എത്രയെങ്കിലും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഒരു റമദാനിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയണം. ഒരു റമദാനിൽ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി വരുന്നുണ്ട്. എന്നിട്ട് ആ സഹാബി റസൂലിനോട് പറയണം, റസൂലെ ഞാൻ നശിച്ചു, മാത്രമല്ല മറ്റൊരാൾ അപകടത്തിൽ ചാടിക്കുകയും ചെയ്തു. അപ്പൊ നബി ചോദിച്ചു, എന്താണ് സഹോദര താങ്കളുടെ പ്രശ്നം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, റമദാനിന്റെ പകലിൽ ഞാൻ എന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. റസൂൽ അദ്ദേഹത്തോട് പ്രായശ്ചിത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്താ പ്രായശ്ചിത്തം? താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പൊ അദ്ദേഹം, നമുക്കറിയാം, ആ അടിമത്വം നിലനിന്ന കാലത്ത് അതില്ലായ്മ ചെയ്യാനുള്ള ഇസ്ലാമിന്റെ ഒരു പ്രായോഗിക സംവിധാനം കൂടിയാണ് പല തെറ്റുകൾക്കും ബദലായിക്കൊണ്ട് പ്രായശ്ചിത്തമായിക്കൊണ്ട് അടിമകളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത്.
അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, റസൂലെ എന്റെ അടുത്ത് മോചിപ്പിക്കാൻ അടിമകളില്ലല്ലോ. അങ്ങനെ മോചിപ്പിക്കാൻ അടിമകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ റസൂൽ പറയാണ്, എങ്കിൽ 2 മാസം തുടർച്ചയായി താങ്കൾ നോമ്പെടുക്കണം. ഷഹ്റൈനി മുതതാബിഈൻ. അതാണ് അടുത്ത പ്രായശ്ചിത്തം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, റമദാനിലെ ഒരു ദിവസം, റമദാൻ തന്നെ ഇങ്ങനെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. മാത്രമല്ല എന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് റസൂലെ. അപ്പൊ റസൂലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനൊക്കെ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് സ്വർഗം പോകണമെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുത്തേ പറ്റുള്ളൂ. അടിമജാത്തോണ്ടല്ലേ, അതുകൊണ്ട് തുടർച്ചയായി നോമ്പെടുത്തേ പറ്റുള്ളൂ എന്നല്ല റസൂല് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷനും സാധ്യമാകാതെ വരുമ്പോ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? മൂന്നാമത്തെ ഓപ്ഷൻ 60 അഗതികൾക്ക് ഭക്ഷണം നൽകണം. 60 അഗതികൾക്ക് ഭക്ഷണം നൽകണം. അപ്പോ ഇത് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട്, പൊന്നാര നബിയെ, ഞാൻ വളരെ ദരിദ്രനാണ്. എന്റെ അടുക്കൽ 60 പേർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് 6 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വക പോലും എന്റെ അടുത്തില്ല. ഞാൻ അത്രയും ദരിദ്രനല്ലേ. റസൂലിന് അറിഞ്ഞുകൂടെ എന്റെ അവസ്ഥ. അപ്പൊ റസൂലുള്ള വീട്ടിനകത്തേക്ക് പോയിട്ട് ആരോ കൊടുത്തു വെച്ചിരുന്ന ഒരു കൊട്ട ഈത്തപ്പഴം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയി മദീനയിലെ 60 ദരിദ്രർക്ക് വിതരണം ചെയ്യുക. ഇത് കേട്ടപാട് ആ മനുഷ്യൻ പിന്നെയും റസൂലിനോട് പറയുന്നുണ്ട്. പിന്നെ റസൂലിനോട് എന്താ പറയുന്നത്? പൊന്നാര റസൂലെ, എന്റെ കുടുംബത്തോളം ദാരിദ്ര്യമുള്ള മറ്റൊരു കുടുംബവും മദീനയിൽ ഇല്ലല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു പണ്ഡിതൻ എന്താ ചെയ്യാം അല്ലെ? സ്വാഭാവികമായിട്ടും വായ വന്നൊക്കെ വിളിച്ചു പറയില്ല ചെയ്യാം. ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത്, റസൂലുള്ളാഹി ഇത് പറഞ്ഞത് കേട്ടപ്പോ അണപ്പല്ല് വരെ പുറത്ത് കാണുമാർ റസൂലുള്ളാഹി ചിരിച്ചു എന്നാണ്. അതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട് അദ്ദേഹത്തോട്, താൻ ഇത് കൊണ്ടുപോയി നിന്റെ കുടുംബത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കണോ, നീ ഇത് കൊണ്ടുപോയി തന്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്കണോ. എത്ര മാനുഷികമാണ് പ്രിയമുള്ളവരെ റസൂലിന്റെ സമീപനം. ഈ മാനുഷിക സമീപനം സ്വീകരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിയുന്നുണ്ടോ? കർമ്മശാസ്ത്രത്തിന്റെ തലനാരിഴ കീറി അങ്ങനെ ദീനിനെ സങ്കീർണമാക്കുകയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റസൂലുള്ളാഹിന്റെ, അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകൻ ഒരു സമീപനം എന്ന് പറയുന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ച ദീൻ അത് യുസ്റാണ്, എളുപ്പമുള്ള ദീനാണ്. യസ്സിറു വലാ തുനഫിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കണം, ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ബശ്ശിറു വലാ തുനഫിറു, ആളുകൾക്ക് നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയണം, മനുഷ്യന്മാരെ നിങ്ങൾ വെറുപ്പിക്കരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ സരളതയെ കുറിച്ച് റസൂലുള്ളാഹി പ്രിയമുള്ളവരെ നിരന്തരമായി നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ? ഇന്ന ദീന യുസ്റുൻ, ഇന്ന ദീന യുസ്റുൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ദീൻ എളുപ്പമുള്ള ദീനാണ്. ആരെങ്കിലും അതിനെ സങ്കീർണമാക്കിയാൽ ദീൻ അവരെ പരാജയപ്പെടുത്താതിരിക്കുകയില്ല എന്ന് റസൂൽ. അയാൾ ദീനിനോട് തോൽക്കുമെന്ന്. ഈ സന്തുലിതമായ സമീപനത്തിനും ഒരാൾ പുറകോട്ട് പോയാൽ ദീനിന്റെ ഈ മാനുഷിക മുഖം നഷ്ടപ്പെടുകയും മനുഷ്യന്റെ ആരോഗ്യമോ മാനസികാവസ്ഥയോ പരിഗണിക്കാത്ത നിലപാടുകൾ മനുഷ്യന് സ്വീകരിക്കേണ്ടി വരികയും അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയാത്ത ഈ ദീനിനോട് മനുഷ്യൻ പരാജയം സമ്മതിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കർമ്മശാസ്ത്രത്തിന്റെ മുടിനാരിഴ കീറി നിസ്സാരമായ വിഷയങ്ങളെ പോലും വളരെ ഗൗരവത്തോടു കൂടി അവതരിപ്പിച്ച് സങ്കീർണമാക്കി ഇതൊരു മനുഷ്യന് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന്റെ പേരല്ല അള്ളാഹുവിന്റെ ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ എന്തെല്ലാം അനുവദിച്ചിട്ടുണ്ടോ, അള്ളാഹു എന്തെല്ലാം ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടോ, ആ ഇളവുകൾ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ സമുദായത്തിലെ പണ്ഡിതന്മാർ തയ്യാറാകണം. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും അള്ളാഹു നൽകിയ ഇളവുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ഇളവുകളാണ് ദീൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് കിടന്ന് നമസ്കരിക്കാം, കിടന്ന് നമസ്കരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ അയാൾക്ക് കൺപോളകൾ കൊണ്ട് ആംഗ്യം കാണിക്കാം. ഇനി നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് ജമ്മും കസറുമായി നമസ്കരിക്കാം. അപ്പൊ 5 നേരം എന്നത് 3 നേരമാക്കി മാറ്റാം. ദുഹറും അസറും 4 റക്അത്തിന് പകരം 2 റക്അത്ത് വീതം നമസ്കരിക്കാം. ഏതെങ്കിലും ഒന്നിന്റെ വക്തിൽ 2ഉം കൂടി നമസ്കരിക്കാം. നിങ്ങൾ ട്രെയിനിലോ അല്ലെങ്കിൽ വിമാനത്തിലോ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഇരുന്നു കൊണ്ട്, സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമസ്കരിക്കാം. അപ്പോൾ നിങ്ങൾ ഖിബ്ല പോലും പരിഗണിക്കേണ്ടതില്ല. ഇങ്ങനെ ഇത്രയും ഇളവുകൾ അള്ളാഹുവിന്റെ ദീൻ നൽകിയിരിക്കും. ഈ ഇളവുകളൊന്നും ഇല്ലെങ്കിലോ, ഈ ഇളവുകളൊന്നും ദീന് നൽകിയിട്ടില്ലെങ്കിലോ പലപ്പോഴും നമസ്കാരം മനുഷ്യൻ നഷ്ടപ്പെടും. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമായി വിശ്വാസികൾക്ക് മേൽ രേഖപ്പെടുത്തപ്പെട്ട നിർബന്ധമായ കർമ്മമാണ്. അപ്പൊ അള്ളാഹു നൽകിയ ഇളവുകൾ സ്വീകരിക്കാൻ ഒരാൾ തയ്യാറാകാതിരുന്നാൽ ഈ ദീൻ സങ്കീർണമാവുകയും സങ്കീർണമാകുന്ന ദീൻ പാലിക്കാൻ കഴിയാതെ വരികയും ചെയ്യും.
അപ്പൊ അള്ളാഹു നൽകിയ ഇളവുകൾ സ്വീകരിക്കാതെ ആരാധനകളായാൽ പോലും ശരീരത്തെ പീഡിപ്പിക്കുന്നത് പടച്ചവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഒരിക്കൽ കുറെ ആളുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാരണം ചോദിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഒരാൾ ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് അദ്ദേഹം ബോധം കെട്ട് വീണത് എന്ന് ചോദിച്ചപ്പോ കൂടെ ഉള്ളവർ പറഞ്ഞു അദ്ദേഹം യാത്രക്കാരനും അതോടൊപ്പം നോമ്പുകാരനുമായിരുന്നു. ഒരേ സമയം യാത്രക്കാരനും നോമ്പുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപാടെ പ്രവാചകന്റെ പ്രതികരണം ലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അവൻ നൽകിയ ഇളവുകൾ, പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ സബ്സിഡികൾ ഉപയോഗപ്പെടുത്തുന്നതാണ്, ഇളവുകൾ സ്വീകരിക്കുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഖ്ബല റുഖ്സഹു കമാ യുഹിബ്ബുൽ അബ്ദു മഗ്ഫിറത റബ്ബിഹി. അടിമ തന്റെ നാഥൻ തനിക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ, അടിമ അള്ളാഹു പുറത്തു തരുന്നത് അടിമ ഇഷ്ടപ്പെടുന്നത് പോലെ പടച്ചവൻ താൻ നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്ന അടിമയെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇസ്ലാമിന്റെ സന്തുലിത വീക്ഷണം കൈയൊഴിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളിൽ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എളുപ്പമുള്ള ദീൻ സങ്കീർണമായി തീരും മനുഷ്യര് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ദീർഘിപ്പിക്കാതിരിക്കാൻ പറഞ്ഞ കാരണം ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നി ലഅഖൂമു ഫിസ്സലാ ഉരീദു അൻ ഉതബ്ബില ഫീഹാ ഫഅസ്മഉ ബുഖാ അസ്സബി ഫഅതസവ്വദു ഫിസ്സലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മിഹി. നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരൽപ്പം നീണ്ട സൂറത്ത് ഓതാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും. അന്നേരം റസൂലുള്ളാഹി പറയാണ് ഫഅസ്മഉ ബുഖാ അസ്സബി, ഞാൻ പുറകിൽ നിന്നും കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അപ്പോ ആ കുട്ടികളുടെ മാതാക്കൾക്ക് വിഷമം നേരിടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ നമസ്കാരം ലഘൂകരിക്കുമെന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് കിതാബുൽ ജമാഅത്ത് വൽ ഇമാമ എന്ന തലക്കെട്ടിൽ തന്നെ ഇമാം ബുഖാരി ഈ ഹദീസിൽ കൊടുത്തിട്ടുണ്ട്. കിതാബുൽ ജമാഅ വൽ ഇമാമ, ഇമാമത്തിന്റെയും പിന്നെ ജമാഅത്തിന്റെയും തലക്കെട്ടിൽ ഈ ഹദീസ് ഇമാം ബുഖാരി എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്ന ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പോളിസി എന്ന് പറയുന്നത് തഹഫീഫും തൈസീറുമാണെന്നത് പോലെ, അഥവാ ഭാരം കുറക്കലും എളുപ്പമാക്കലുമാണെന്ന പോലെ ഈ ദീൻ നമുക്ക് പകർന്നു തന്ന, ഈ ദീൻ നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ എളുപ്പമുള്ള ഒരു ദീനിനെയാണ്, ഏത് സാധാരണക്കാരനും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടിക്കൽ ഇസ്ലാമിനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന കാര്യമാണ്. അല്ലാതെ ഒരുപാട് സങ്കീർണതകളും കെട്ടിക്കുടുക്കുകളും ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കി വിടുകയല്ല അള്ളാഹുവിന്റെ ദീൻ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബഅസു മുഅസ്സിരീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എളുപ്പമുണ്ടാക്കുന്നവരായിട്ടാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, എപ്പോഴാണ് പ്രവാചകൻ ഇത് പറയുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഒരു അഗറാബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് റസൂലുള്ളാഹിന്റെ മദീന പള്ളിയിൽ വന്നുകൊണ്ട് മൂത്രമൊഴിക്കുകയാണ്. പള്ളിയുടെ ബാത്റൂമിലല്ല മൂത്രമൊഴിക്കുന്നത്, പ്രവാചകന്റെ പള്ളിക്കകത്താണ്. ആ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സഹാബികൾ എഴുന്നേറ്റപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ദഹു, നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്കുക. പള്ളി പരിശുദ്ധമാണെന്നും മൂത്രം നജസാണെന്നും പഠിപ്പിച്ച അതേ പ്രവാചകൻ ദഹൂഹു ലാ തുസിരിമുഹു ഫലമ്മ ഫറഗ ദഅഹു, മൂത്രം മുറിഞ്ഞു പോകുന്ന വിധത്തിൽ നിങ്ങൾ അയാളെ തടസ്സപ്പെടുത്തണ്ട, അയാൾ മൂത്രം ഒഴിച്ചു കഴിയട്ടെ. അയാൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ മൂത്രം ഒഴിച്ച ഭാഗം കഴുകി വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. ഇത് ചെയ്തതിന് ശേഷം റസൂൽ തന്റെ സഹാബികളെ അവിടെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, ഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബഅസു മുഅസ്സിരീൻ. നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ്, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല. മൂത്രമൊഴിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന പ്രവാചകൻ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ പ്രവാചകനെയാണ് പ്രിയമുള്ളവരെ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് നിയോഗിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് ആ പ്രവാചകന് ഇഷ്ടമല്ല, നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് പ്രവാചകന് അസഹനീയമാണ്. ഇങ്ങനെയുള്ള പ്രവാചകനിലൂടെയാണ് ഈ ദീനിനെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ പറയുന്നത്, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ രണ്ട് ചോയ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ എളുപ്പമുള്ളത് സ്വീകരിക്കുകയായിരുന്നു റസൂലുള്ളാഹി ചെയ്തിരുന്നത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈനി ഇല്ലാ അഖദ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മൻ. രണ്ട് കാര്യങ്ങൾ, രണ്ട് ചോയ്സുകൾ പ്രവാചകന്റെ മുന്നിൽ വന്നാൽ കുറ്റമാകുന്നില്ലെങ്കിൽ എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് റസൂൽ ചെയ്തിരുന്നത്.
അവിടുത്തെ അനുചരന്മാരും അവിടുത്തെ സഹാബികളും ഇതേ തത്വം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹിന്റെ കാലശേഷം ഒരിക്കൽ യാത്രാവേളയിലെ നോമ്പിനെ കുറിച്ച് ആളുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇസ്ലാമിലെ 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹി അലൈഹിയുടെ കാലഘട്ടമാണ്. അങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാവാറുള്ളതാണ്. ഒരാൾ യാത്രയിൽ നോമ്പെടുക്കുന്നു, മറ്റൊരാൾ നോമ്പെടുക്കുന്നില്ല. ഏതാണ് അഫ്ളൽ, ഏതാണ് ശ്രേഷ്ഠമായത് എന്നാണ് വിഷയം. ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ അടുത്ത് വിഷയം എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ദീനിന്റെ പോളിസി ഉയർത്തിപ്പിടിക്കുന്നതാണ്. അഫ്ളലുഹുമ ഐസറുഹുമ അലൈ. ഏതാണോ ഒരാൾക്ക് എളുപ്പം അതാണ് അയാൾക്ക് അഫ്ളൽ, അതാണ് അയാൾക്ക് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തുകൊണ്ട് നോമ്പെടുക്കുന്നതാണോ പകരം വേറൊരു ദിവസം നോമ്പെടുക്കുന്നതാണോ, ഏതാണോ ഒരാൾക്ക് എളുപ്പം? വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുമല്ലോ, വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടുമല്ലോ. അപ്പോ എല്ലാവരും നോമ്പെടുക്കുമ്പോൾ യാത്ര ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് നോമ്പെടുക്കാൻ കഴിയും, അതാണ് എനിക്ക് എളുപ്പം എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് ആ യാത്രയിൽ നോമ്പെടുക്കാം. ഇനി അതല്ല, ഒരാൾക്ക് യാത്രയുടെ ബുദ്ധിമുട്ടും നോമ്പിൻ്റെതും കൂടി സഹിക്കാൻ എന്റെ ആരോഗ്യാവസ്ഥ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് റമദാൻ കഴിഞ്ഞിട്ട് യാത്ര അല്ലാത്ത സമയത്ത് നോമ്പെടുക്കുന്നതാണ്, അതാണ് എളുപ്പം. അതാണ് അഫ്ളലുഹുമ ഐസറുഹുമ അലൈഹി. ഏതാണോ ഒരാൾക്ക് എളുപ്പം അതാണ് അയാൾക്ക് അഫ്ളലായിട്ടുള്ളത്. അത് വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. ഇസ്ലാമിന്റെ ഈ ലാളിത്യം, ഇസ്ലാമിന്റെ ഈ സരളത മനസ്സിലാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് ഖലീഫ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ദീനിന്റെ സന്തുലിത വീക്ഷണം മനസ്സിലാക്കപ്പെടാതെ പോയാൽ സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ അപകടം അടിസ്ഥാനങ്ങളും ശാഖകളും തിരിയാതെ പോകുമെന്നതാണ്. കഴിഞ്ഞ ആഴ്ച അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഉസൂലുകളും ഫുറൂകളും കൂടിക്കുഴയും, അടിസ്ഥാന പ്രശ്നങ്ങൾ നിസ്സാരമായി കാണുകയും ശാഖാപരമായ പ്രശ്നങ്ങളിൽ അടിസ്ഥാനങ്ങളെ പോലെ തന്നെ തർക്കിക്കുകയും തർക്കം പലപ്പോഴും കലഹത്തിലേക്ക് എത്തുകയും അങ്ങനെ കാലകളിലും കീലകളിലുമൊക്കെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ അധ്വാന പരിശ്രമങ്ങൾ തടച്ചിടപ്പെടുകയും സമൂഹത്തിലെ മുഖ്യ തിന്മകൾക്കെതിരെ പോലും ഒന്നിച്ചു നിൽക്കാൻ ഈ തർക്കം കാരണം കഴിയാതെ വരികയും ചെയ്യും. ഈ സമുദായത്തിന് നിയോഗ ദൗത്യമുണ്ട്. ലംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന തിന്മകൾക്കെതിരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമുദായം. ഈ ശാഖാപരമായ വിഷയങ്ങളിൽ തർക്കിച്ചും കാലകളിലും കീലകളിലും അവിരമിച്ചും അവസാനം മുഖ്യ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന ഗതികേട് ഈ സമുദായത്തിൽ സംഭവിക്കുമെന്നാണ്. ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ ദൗർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോകുന്നില്ലേ നമ്മൾ ആലോചിക്കണം. കൈകെട്ടിന്റെയും കുനൂത്തിന്റെയും കൂട്ടപ്രാർത്ഥനകളുടെയും പേരിൽ കാലങ്ങളായി തർക്കിച്ചുകൊണ്ടിരിക്കുകയും സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന തലമുറകളെ തന്നെ അപകടപ്പെടുത്തുന്ന, കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത തിന്മകളായ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും പലിശയുടെയും സദാചാര ധാർമ്മിക രംഗത്തെ കൊള്ളരുതായ്മകളുടെയും സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങളുടെയും ഇതൊന്നും മതസംഘടനകളുടെ അജണ്ടയിൽ ഇടം പിടിക്കാതെ പോവുകയും ചെയ്യുന്നുവെന്ന ദുരന്തം എത്രമാത്രം കഷ്ടകരമാണ് എന്ന് മാത്രമല്ല, ആരാധനാലയങ്ങളുടെ പേരിൽ അവകാശ തർക്കത്തിന്റെ പേരിൽ അപൂർവമായിട്ടെങ്കിലും പള്ളികൾ പോലും പൂട്ടിയിടേണ്ടതിന്റെ സാഹചര്യം സമുദായത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ആരാധനാലയങ്ങൾ അല്ലാഹുവിന്റെ അടിയാറുകളെ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അവരെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ലെന്നും അത്തരം പണ്ഡിതന്മാരെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. ഒന്നിലധികം അഭിപ്രായങ്ങൾക്ക് ദീനിൽ പഴുതുള്ള ശാഖാപരമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ സ്ഥാപിക്കാനല്ല പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത്, മറിച്ച് ആ എല്ലാവർക്കും യോജിക്കാവുന്ന പൊതു അജണ്ടകൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ശ്രമിക്കേണ്ടത്. അടിസ്ഥാനങ്ങളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട്, ഉസൂലുകളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് വിശദാംശങ്ങളിൽ വിയോജിക്കാനുള്ള മാനിക്കാനുള്ള വിശദാംശങ്ങളെ, ശാഖാപരമായ വിഷയങ്ങളിൽ വിയോജിപ്പുകളെ മാനിക്കുവാനുള്ള അക്കമഡേറ്റ് ചെയ്യുവാനുള്ള വിശാലതയാണ് മുസ്ലിം സമുദായത്തിനും സംവിധാനങ്ങൾക്കും സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന മതപണ്ഡിതന്മാർക്കും ഉണ്ടാവേണ്ടത്. ആ വിശാലതയും മാന്യതയുമാണ് പ്രിയമുള്ളവരെ റസൂലുള്ളാഹിന്റെ സഹാബികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ സഹാബികളും തമ്മിൽ 30ഓളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെയാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഈ സമുദായത്തെ റബ്ബ് ഏൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി കാണിച്ചു തന്ന ഈ ഉമ്മത്തിന്റെ പൊതു അജണ്ടയ്ക്ക് വേണ്ടി അവർ ഒറ്റക്കെട്ടായി മുൻപണിയെടുത്തത് നമ്മൾ തിരിച്ചറിയണം. 30ഓളം അഭിപ്രായ വ്യത്യാസങ്ങളിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു ഉമറിനെ പോലുള്ള പ്രഗത്ഭരായ സഹാബികളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെയാണ്, ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് അള്ളാഹു ഈ സമുദായത്തെ ഏൽപ്പിച്ച പടച്ചവന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ അവർ ഒറ്റക്കെട്ടായി പങ്കെടുത്തത് നമ്മൾ മനസ്സിലാക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവരാരും വഴക്കടിച്ചില്ല, വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടില്ല, ഗണ്ഡന മണ്ഡന പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചില്ല, പരസ്പരം ലാലും മുതിലും മുശിരിക്കും മുബത്തതിയുമാക്കിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ കാണിച്ച വിശാലത, അവർ കാണിച്ച ആ ഒരു വിശാല മനസ്സും വിട്ടുവീഴ്ചയും സമുദായത്തിന് നഷ്ടപ്പെട്ടത് ദീനിന്റെ സന്തുലിതമായ വീക്ഷണം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നത് കൊണ്ടാണ്.
ദീൻ ഓരോന്നിനും നൽകിയിട്ടുള്ള പ്രാധാന്യക്രമവും മുൻഗണനാക്രമങ്ങളും വേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയാതെ വന്നുകൊണ്ടാണ്. ഉസൂലുകളും ഫുറൂകളും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം കൂടിക്കലർത്തി രണ്ടിനെയും ഒരുപോലെ കൈകാര്യം ചെയ്തു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെയും നമസ്കാര ശേഷം നടത്തുന്ന കൂട്ടപ്രാർത്ഥനയെയും ഒരുപോലെ എതിർക്കുമ്പോ ഒന്ന് അസുലും മറ്റേത് ഫറവും ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് സന്തുലിതമായ ദീനീ വീക്ഷണത്തിന്റെ രണ്ടാമത്തെ അപകടം അള്ളാഹു യുസറാക്കി അവന്റെ ദീൻ ഉസറായി മനുഷ്യനെ തീരും, സരളമായ ദീനിനെ സങ്കീർണമാകുമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ ആധികാരിക സ്രോതസ്സുകളായ പരിശുദ്ധ ഖുർആനിൽ നിന്നും അതിന്റെ ആദ്യ തഫ്സീറായ പ്രവാചക ചര്യയിൽ നിന്നും വേണ്ട വിധം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും അതിനെ സമൂഹത്തിൽ റെപ്രസെന്റ് ചെയ്യുവാനും അങ്ങനെ അടിസ്ഥാനങ്ങൾ യോജിച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായി ഒന്നിച്ചു പോകുവാനും സമുദായ നേതൃത്വത്തിനും മുസ്ലിം ഉമ്മത്തിനും നമുക്ക് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.